രാഹുൽ മാങ്കൂട്ടത്തിലിനെ പുറത്താക്കിയെന്ന് കോൺഗ്രസ് മേനി നടക്കുമ്പോഴും പാർട്ടിക്കുള്ളിലെ രാഹുൽ അനുകൂലികളെ കോൺഗ്രസ് ചേർത്ത് പിടിക്കുകയാണ്. ലൈംഗിക പീഡന കേസുകളിൽ രാഹുലിന് ഒപ്പമുയർന്നുവന്ന പേരാണ് ഫെനി നൈനാൻ. ഫെനി ഇപ്പോഴും കെഎസ്യുവിന്റെ സംസ്ഥാന ഭാരവാഹിത്വത്തിൽ തുടരുകയാണ്. രണ്ടാമത്തെയും മൂന്നാമത്തെയും ബലാത്സംഗ കേസുകളിൽ രാഹുലിന്റെ ഉറ്റ സുഹൃത്തായ ഫെനി നൈനാന്റെ പേര് അതിജീവിതകൾ പരാമർശിക്കുന്നുണ്ട്. മൂന്നാമത്തെ ബലാത്സംഗ കേസുമായി ബന്ധപ്പെട്ട ഫെനിയുടെ ഫേസ്ബുക്ക് പോസ്റ്റിനെതിരെ പോലീസ് കേസും രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. പാലക്കാട്ടെ പെട്ടി വിവാദത്തിലും വ്യാജ തിരിച്ചറിയൽ കാർഡ് കേസിലും ഫെനി ഉൾപ്പെട്ടിട്ടുണ്ട്. തുടർച്ചയായി പാർട്ടിക്ക് അവമതിപ്പ് സൃഷ്ടിക്കുന്ന ഫെനിക്ക് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സീറ്റ് നൽകിയാണ് കോൺഗ്രസ് ആദരിച്ചത്. എന്നാൽ വോട്ടവകാശം ഉപയോഗിച്ച ജനങ്ങൾ ഫെനിയെ തോൽപ്പിച്ചു. രാഹുലിനെ പുറത്താക്കിയെന്ന് കോൺഗ്രസ് അവകാശപ്പെടുമ്പോഴും രാഹുലിന്റെ ഏറ്റവും അടുത്ത അനുയായിയായ ഫെനിക്കെതിരെ പേരിന് പോലും നടപടിയെടുക്കാൻ കോൺഗ്രസ് തയ്യാറായിട്ടില്ല. അതിജീവിതകൾക്കെതിരെ നിരന്തരം അധിക്ഷേപ പോസ്റ്റുകൾ പ്രചരിപ്പിക്കുന്ന ബിന്ദു ബിനുവും മഹിളാ കോൺഗ്രസിന്റെ ജില്ലാ ഭാരവാഹിത്വത്തിൽ തുടരുകയാണ്. അതിജീവിതയെ അധിക്ഷേപിച്ച ശ്രീനാദേവി കുഞ്ഞമ്മയ്ക്കെതിരെ നടപടി കാരണം കാണിക്കൽ നോട്ടീസിലൊതുക്കി. സൈബർ ഇടങ്ങളിൽ രാഹുൽ ആർമി എന്ന തരത്തിൽ പ്രവർത്തിക്കുന്ന യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ നിയന്ത്രിക്കാനും കോൺഗ്രസിനാവുന്നില്ല. രാഹുൽ പാലക്കാട് മത്സരിക്കുമോ ഇല്ലയോ എന്ന ചർച്ച നടക്കുന്നതിനിടെയാണ് മൂന്നാമത്തെ കേസിൽ അറസ്റ്റിലാകുന്നത്. കൈപ്പത്തി ചിഹ്നത്തിൽ രാഹുൽ മത്സരിക്കാൻ യോഗ്യനെന്ന നിലപാടായിരുന്നു മുതിർന്ന കോൺഗ്രസ് നേതാവ് PJ കുര്യൻ സ്വീകരിച്ചത്. കോൺഗ്രസ് ടിക്കറ്റിൽ ജയിച്ച പീഡനക്കേസുകളിൽ പ്രതിയായ രാഹുൽ രാജിവെക്കണമെന്ന് പറയുവാനും കോൺഗ്രസ് നേതാക്കൾ തയ്യാറായില്ല. രാഹുലിനെ പുറത്താക്കി എന്ന പല്ലവി മാത്രമാണ് തുടർച്ചയായി കോൺഗ്രസ് നേതൃത്വം ഉരുവിടുന്നത്. കൈരളി ന്യൂസ്, പത്തനംതിട്ട.